ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജാർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ബട്ടർ സ്കോച്ച് ജാർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല രുചിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജാർ കേക്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് അളവിൽ മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 1 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്ത് മാറ്റിയിട്ട് അതേ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ കൂടാനേ പാടില്ല റെഡ് വെൽവെറ്റ് കേക്കിന്. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് കൊക്കോ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതൊന്ന് അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു 2 പ്രാവശ്യവും കൂടി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇങ്ങനെ നിങ്ങൾ കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ അതിലൊന്നും കട്ട പിടിക്കാതെ പൊടികളൊക്കെ കിടക്കുന്നതാണ്. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി അതൊരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത് ഇനി ഒരു വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ട ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതേ കണ്ടില്ലേ, ഇത്രയൊന്ന് പൊങ്ങി വരുമ്പം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിന് ഒരുപാട് മധുരം വേണമെന്നുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് 1 കപ്പ് അളവിലൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മുട്ട നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ വേണം നിങ്ങൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസില്ലേ, അത് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചാണ് അതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ പതയൊക്കെ നഷ്ടപ്പെട്ട് ഇതൊന്ന് താന്ന് പോകരുത് കേട്ടോ. അങ്ങനെ വേണം, നിങ്ങൾ സൂക്ഷിച്ച് വേണം അതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലെ ബട്ടർ മിൽക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയും ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ റാസ്ബെറി റെഡ് കളറാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല റെഡ് വേണമെന്നുള്ളവരാണെങ്കിൽ ബ്രൈറ്റ് റെഡ് എന്ന് പറയുന്ന ഒരു കളറുണ്ട്. അത് ഇതിലേക്ക് 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല റെഡായിരിക്കും നമ്മുടെ കേക്കിന്. അപ്പോൾ ഞാൻ കളറൊക്കെ അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഉള്ളിലുള്ള ബബിൾസൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ബാറ്റർ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ പാന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. അതിന് ശേഷം വേണം ബാറ്റർ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി പാനിൻ്റെ മൂടി നല്ലപോലെ തന്നെ ഒന്ന് അടഞ്ഞിരിക്കണം. അപ്പോൾ അതിലെ ഹോളൊക്കെ നിങ്ങളൊരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കുകയെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് നമുക്ക് കേക്കിൻ്റെ റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതൊരു 50 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങളിതൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് കേക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടൊന്ന് നമുക്കൊന്ന് കുത്തി നോക്കണം.
ഇപ്പോൾ ഇതേ സ്റ്റിക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് ഞാൻ കേക്ക് ഒരു 2 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ജാർ കേക്കിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ജാറിൻ്റെ ആ മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കേക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ജാറിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതായത് 2 ലെയർ കേക്കും സർക്കിളിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതിന് നമുക്ക് ജാർ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഫിയോണ എന്ന് പറയുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ക്രീമിന് ഒരുപാട് മധുരം വേണമെന്നുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്രീം ഇതേ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ സമയം നമുക്ക് അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എസൻസും കൂടി ആ ക്രീമിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ജാർ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതിന് ഞാനിപ്പോൾ ഇവിടെ 4 ജാറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കടകളിൽ ഈ ജാറിൻ്റെ വില എന്ന് പറയുന്നത് 40-45 സംതിങ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാറില്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജാറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പം പൈപ്പിംഗ് ബാഗിൽ നോസിൽ വെച്ചിട്ടാണ് ക്രീം അതിലൊന്ന് ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ക്രീം അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. ഞാനിപ്പോൾ ഒരു ബോട്ടിലിൽ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അതിൻ്റെ ക്യാപ്പിൽ 3 ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നല്ലപോലെ നമുക്ക് കേക്കൊന്ന് മോയ്സ്റ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് അതിലേക്കൊന്ന് ആക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത ലെയർ ക്രീം വെച്ച് കൊടുക്കാം. ഇതിൽ ക്രീം ഒരുപാട് വേണ്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കണം. അടുത്ത ഇനി വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം. അടുത്ത തന്നെ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ക്രീം വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ജാറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആദ്യം കേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ക്രീം വെച്ച് അങ്ങനെ ലെയർ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മുകൾ ഭാഗത്ത് ക്രീം വെച്ച് നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചോക്കോ ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അല്പം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെഡ് വെൽവെറ്റ് ബട്ടർ സ്കോച്ച് ജാർ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഗിഫ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ഭംഗിയും കൂടിയാണ് ഇതൊന്ന് കാണാനായിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു കൊച്ചു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ കാണുമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.